ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് എൻ്റെ കൂടെയുള്ള വാഹനം നമ്മുടെ ഓൾട്ടോ K10 എന്നതാണ്. അപ്പോൾ ഇത് കൊണ്ടുവരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഡ്രൈവ് കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി. ഇപ്പോൾ 2025 കടന്നിട്ടുണ്ട്. അപ്പോൾ 25 മോഡൽ വാഹനങ്ങളൊക്കെ ഷോറൂമുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ 24 മോഡൽ വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻഡസിൽ നിന്നാണ്. ഇൻഡസിൽ നിന്നാണ് ഞാനൊരു വാഹനം എടുത്തിട്ടുള്ളത് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 24 മോഡൽ വാഹനങ്ങൾക്ക് അവൈലബിളുണ്ട്. അതിൻ്റെ ഓഫറൊക്കെ എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതേപോലെ ഈ വാഹനത്തിൻ്റെ എല്ലാ വേരിയൻസിൻ്റെയും ഓൺ റോഡ് പ്രൈസ് പറഞ്ഞുതരാം, ഡൗൺ പേയ്മെൻറ്റ്, EMI എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഈ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് വാങ്ങാൻ പറ്റിയൊരു വാഹനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഓൾട്ടോ എന്നതാണ്. ഒരു 1000cc വാഹനമാണ്. ഒരു സാധാരണക്കാരന് എപ്പോഴും ഒരു വാഹനം വാങ്ങാൻ എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓൾട്ടോ എന്നത് തന്നെയാണ് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നൊരു വാഹനം. ഇപ്പോൾ നേരത്തെയുള്ള ഓൾട്ടോ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി വലിപ്പമൊക്കെയുള്ള ഒരു വാഹനമാണ്. പ്രൈസൊക്കെ പറഞ്ഞു തരാം. LXi ആണ് ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. 5,58,000 ഓൺ റോഡ് വരുന്നത്. ഈ 5,00,000 ഞാൻ ഈ പറയുന്ന ഓൺ റോഡ് പ്രൈസിൽ നിന്ന് എല്ലാ മാസവും ഒരു 10,40,000 രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫർ വരാറുണ്ട്. എല്ലാ മാസവും 40-45 റേഞ്ചിലൊക്കെ ക്യാഷ് ഓഫർ ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഈ ഒരു LXiക്ക് 5,58, VXiക്ക് 5,99, VXi പ്ലസിന് 6,39 ഓൺ റോഡ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. VXi മുതലാണ് ഓട്ടോമാറ്റിക്. VXi ഓട്ടോമാറ്റിക് 6,57, VXi പ്ലസ് ഓട്ടോമാറ്റിക് 6,96 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് LXi അല്ല CNG ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. CNG വരുന്നത് LXi വേരിയൻറ്റിലാണ്. ഇപ്പോൾ CNGയുടെ പ്രത്യേകത എന്താണ്? നല്ല രീതിയിലുള്ള മൈലേജ്, ഏകദേശം 30+ റേഞ്ചിലൊക്കെ മൈലേജ് എന്ന കമ്പനി പറയുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത് 6,78,000 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അതായത് CNG പതിപ്പിന്. അതിൽ നിന്നും ഈ പറയുന്ന പോലെ ഒരു 10-40 രൂപ എല്ലാ മാസവും ഡിസ്കൗണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് LXiയുടെ കാര്യം തന്നെ എടുക്കുക. 5,58 പ്രൈസ് വരുന്നത്. ഒരു 40 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാലോ ഏകദേശം ഒരു 5,10, 5,15 റേഞ്ചിൽ നിങ്ങൾക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇനി 24 മോഡൽ വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,40,000 രൂപ ക്യാഷ് ഓഫർ കിട്ടും. കൂടാതെ തന്നെ ഒരു 10,25,000 രൂപയ്ക്കുള്ള അക്സസറീസ് കിട്ടുന്നുണ്ട്. ഈ ഒരു അക്സസറീസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതും ക്യാഷ് ഓഫറായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ്? ഏകദേശം ഒരു 10,60,000 രൂപ റേഞ്ചിലുള്ള ഒരു ഓഫർ നമുക്ക് ഈ ഒരു 24 മോഡൽസിന് വരുന്നുണ്ട്. ഇപ്പോൾ LXi വേരിയൻ്റൊക്കെ 24 മോഡൽ വരുന്നുണ്ട്. അപ്പം 5 രൂപയിൽ താഴെ ഏകദേശം എനിക്ക് 4,90, 4,85 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് LXi വേരിയൻറ്റ് ഈ ഒരു ഓൾട്ടോടത് 24 മോഡൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ 25 വരുന്ന സമയത്ത് ഈ ഒരു ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരിയിൽ ഓഫർ വരുന്നത് ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത് 30,000. ഇത് കൂടാതെ തന്നെ ഞാനിപ്പോൾ എൻ്റെ പേരിലാണ് ഒരു വണ്ടി എടുക്കുന്നത്. എൻ്റെ പേരിലൊരു ബൈക്ക് കൂടി ഉണ്ട്. ആ ബൈക്കിൻ്റെ RC ബുക്കും കാര്യങ്ങളും കൊടുത്താൽ എക്സ്ട്രാ ഒരു 10 രൂപ കൂടി അവർ തരും. അപ്പോൾ ടോട്ടൽ 40,000 രൂപയാണ് കിട്ടുന്നത്. ഇത് കൂടാതെ ഒരു 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. ഈ എക്സ്ചേഞ്ച് ബോണസ് കൂടാതെ അഡീഷണൽ ഒരു എക്സ്ചേഞ്ച് ബോണസ് കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 10 രൂപയുടെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു വാഹനം ഒരു ഓൾട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ മാരുതി 800 ആയിരിക്കാം, സാൻഡ്രോ ആയിരിക്കാം, സെൻ ആയിരിക്കാം. അങ്ങനെയുള്ള സെലക്റ്റഡ് വാഹനങ്ങളാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 25,000 രൂപയാണ് എക്സ്ചേഞ്ച് ബോണസ്. നോർമൽ മറ്റുള്ള വാഹനമാണെങ്കിൽ ഒരു 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പ്ലസ് കോർപ്പറേറ്റ് ഓഫറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ ഈ മാസമൊക്കെ ആണെങ്കിൽ, ഈ മാസം എന്നല്ല എല്ലാ മാസവും 10-30 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഈ ഞാനീ പറഞ്ഞ 24 ആണെങ്കിൽ വലിയ ഡൗൺ പേയ്മെൻറ്റ് അല്ല, 10 രൂപ ചിലപ്പോൾ 0 വേണമെങ്കിലും ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അത് എടുത്ത് പറഞ്ഞേക്കാം. അപ്പോൾ പൈസയൊന്നും ഇല്ലാത്ത ഒരു കസ്റ്റമർക്ക് വേണമെങ്കിൽ 24 മോഡൽ പരിഗണിക്കാം. എന്നാൽ 10-40 രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിടക്കുന്ന 25 മോഡൽ നിങ്ങൾക്ക് പരിഗണിക്കാം. 7 വർഷത്തേക്കും 8 വർഷത്തേക്കും ഒക്കെ നമുക്ക് ഫിനാൻസ് സൗകര്യം നിങ്ങൾക്ക് കിട്ടും. എനിക്കൊന്ന് 7 വർഷമൊക്കെ ആണെങ്കിൽ ഒരു 10 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് നമുക്ക് EMI വരാനായിട്ട് പോകുന്നത്. അതിൽ കൂടുതലൊന്നും EMI കാര്യങ്ങളൊന്നും നമുക്ക് വരികയില്ല. ഏകദേശം ഒരു 5-30 റേഞ്ചിലൊക്കെയാണ് നമ്മൾ ലോൺ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 7 വർഷത്തേക്ക് ഒരു 8,800, 8,900 ഒക്കെ ആയിരിക്കും. 8 വർഷമാണെങ്കിൽ ഒരു 8,000, 8,200 റേഞ്ചിലൊക്കെയാണ്. ഒരു 5-5.5 റേഞ്ച്, 5.25 റേഞ്ചിലൊക്കെ ലോൺ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ EMI വരുന്നത്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഇൻട്രൊഡക്ഷനും പറയാനായിട്ടൊന്നുമില്ല. മെയിൻ കാര്യം പ്രൈസാണ്. EMI പറഞ്ഞിട്ടുണ്ട്. 24 മോഡലിൻ്റെ ഓഫർ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയാൻ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഡസിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. കണ്ണൻ എന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേര്. കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് കണ്ണൻ ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എവിടെയെങ്കിലുമൊക്കെ ബുക്ക് ചെയ്ത കസ്റ്റമർ ആണെങ്കിലും ഇത്രയും ഓഫറൊക്കെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. പൈസയൊക്കെ റീഫണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്നും വലിയ കാര്യമൊന്നുമല്ല. എവിടെയാണോ 10 രൂപ ലാഭം അവിടുന്ന് വാഹനം എടുക്കാനായിട്ട് നോക്കുക. അത്രയും ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. ഈ കിടക്കുന്നത് നമ്മുടെ ഓൾട്ടോയുടെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. VXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ അലോയ് വീലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് തന്നെ ചെയ്യുക. ഫ്രണ്ട് പോർഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. നോർമലി വരുന്ന ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റും ആ ഒരു വലിപ്പമേറിയ ഗ്രില്ലും തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ ഒരു അട്രാക്ഷനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. വേറെ ഫോഗ് ലാമ്പ് യൂണിറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. സുസുക്കിയുടെ ലോഗോ ആ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്.
ഹുഡിൻ്റെ പോർഷനിൽ ചെറിയ ക്യാരക്ടർ ലൈൻസ് ഒക്കെ ചെറിയ കട്ടിങ്സും ആ ഒരു ബഡ്ജിങ്ങും ഒക്കെ ആ ഒരു ഹുഡിൻ്റെ പോർഷനിലായിട്ട് കാണാം. സിംഗിൾ വാഷർ നോസിലാണ് വാഹനത്തിൽ നൽകിയത്. ഹുഡിൻ്റെ പോർഷനിലായിട്ടാണ് വാഷർ നോസിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പറഞ്ഞിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അവിടെ നിന്ന് സൈഡിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 160 mm ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി നൽകിയിട്ടുണ്ട്. മോശമല്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അത്യാവശ്യം കട്ടറൊക്കെയുള്ള റോഡിൽ കൂടെ ആണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഏകദേശം 2360 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് കമ്പനി നൽകിയിട്ടുള്ളത്. മോശമല്ലാത്തൊരു വീൽ ബേസും വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് വലിയൊരു വാഹനം കാണുന്ന ഫീലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫെൻഡറിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അലോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത്. 13 ഇഞ്ചാണ് ടയർ സൈസ്. 145/80 R13. മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി കളറല്ല, ബ്ലാക്ക് കളറിലാണ് മിറർ നൽകിയിട്ടുള്ളത്. ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളർ തന്നെയാണ്. വേറെ ക്രോം എലമെൻസുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പോർഷനിലായിട്ട് വരുന്നില്ല. ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ആൻറ്റിനെയും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. റിയർ പ്രൊഫൈലിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പറയാനായിട്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പിൽ നമ്മൾ കാണാം. ഒരുപാട് അങ്ങ് വലിപ്പമുള്ള ഗ്ലാസ് ഏരിയ ഒന്നുമല്ല, അത്യാവശ്യം ഒതുക്കിയുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ്. സൈഡ് പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വളരെ വലിപ്പത്തിലുള്ള ഗ്ലാസ് ഏരിയ ഒന്നുമില്ല. അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കിട്ടും. LED എല്ലാം ഉള്ളിൻ്റെ കാര്യങ്ങളൊന്നും നോർമലി വരുന്ന ഹാലഞ്ച് ടൈപ്പ് തന്നെയാണ്. സുസുക്കിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് കൂടി ആ ഒരു പോർഷനിലായിട്ട് അവർ പ്ലേസ് ചെയ്തു. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നില്ല. എക്സ്ട്രാ നിങ്ങളത് ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ സെൻസറോ കാര്യങ്ങളൊന്നും ഈ ഒരു പോർഷനിലായിട്ട് വരുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ആ ഒരു പോർഷനിൽ നിന്ന് ഓപ്പൺ ആക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കീ ഇട്ട് വേണം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയൊരു വാഹനമാണ്, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വാഹനമായതുകൊണ്ട് തന്നെ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അത് ചെയ്യാവുന്ന കാര്യമൊക്കെ തന്നെ ഉള്ളൂ. ഏകദേശം 214 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. പാഴ്സൽ ട്രേ നമുക്ക് അവൈലബിൾ ആണ്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിൽ നൽകിയിട്ടുള്ളത്. സീറ്റിന് വരുന്നത് 60/40 ഒന്നും വരില്ല. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ബൂട്ട് സ്പേസിൽ പറയാനായിട്ട് അതിൻ്റെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ടൂൾ ബോക്സും അതുപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബോട്ടിൽ കിടക്കുന്നത്. ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോവാം. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ റിയർ AC വെൻ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിൻ്റെ ആവശ്യവും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. റിയർ സൈഡിൽ പവർ വിൻഡോ നമുക്ക് കിട്ടില്ല. മാനുവലി വേണം റിയർ സൈഡിലെ ഗ്ലാസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇപ്പോൾ പുറകിലിരിക്കുന്നവർ കൈകൊണ്ട് താത്തെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അതൊന്നും. എപ്പോഴും ഒന്നും ഗ്ലാസ് താക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ആരും AC ഇല്ലാന്ന് വാഹനം ഓട്ടിക്കാറ് പോലും ഇല്ല. പിന്നെ വേണമെങ്കിൽ 2 പവർ വിൻഡോ എക്സ്ട്രാ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെയായിട്ട് ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. വെള്ള കളർത്തിയും ചേഞ്ചസും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. സ്പേസ് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഈ ഒരു രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് കംഫർട്ടിനാണ് ഞാൻ ഈ ഒരു സീറ്റ് ഇട്ടത്. ആ ഒരു സമയത്ത് ഇത്രത്തോളം സ്പേസ് എനിക്ക് അവൈലബിൾ ആണ്. അങ്ങ് ഭയങ്കര തൈ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ വാഹനമാണ്. സീറ്റിന് വലിയ വീഡിയോ കാര്യങ്ങളൊന്നും ഒതുക്കി ചെയ്തേക്കുന്നതാണ്. ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ ഒരു മികച്ച വാഹനം തന്നെയാണിത്. ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നത് ഫിക്സഡ് തന്നെയാണ്. അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഫ്രണ്ട് ഹെഡ് റെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഫിക്സഡ് തന്നെയാണ് വരുന്നത്. സ്പേസ് പക്കയാണ്. വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു ബോട്ടിൽ ഹോൾഡർ നൽകിയിട്ടുണ്ട്. 2 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ സെൻട്രൽ 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ സെൻട്രൽ ഇരിക്കുന്ന ആൾക്ക് വളരെ കംഫർട്ടൊന്നും കിട്ടില്ല. പക്ഷേ 3 പേര് എപ്പോഴെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് 3 പേർക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ റിയർ പോർഷനിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. വേറെ ലൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ലൈറ്റ്സോ ഒക്കെ വരുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. കയറാനും ഇറങ്ങാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് ഹൈറ്റ് ഒക്കെ വരാത്ത വാഹനമായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇരിക്കാം, ഇറങ്ങാൻ പറ്റും. അങ്ങ് ഹെഡ് റൂം വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വരുന്നുണ്ട്. എൻ്റെ തല തട്ടത്തെയൊന്നുമില്ല. ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഇനി പറയാം, ജസ്റ്റ് ഒന്ന് ഇത് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനമാണ്. ഒരുപാട് അങ്ങ് പ്രൈസ് റേഞ്ച് വരുന്ന വാഹനമൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഓൾട്ടോ എന്ന് പറയുന്നത്. ഒരു സാധാരണ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാരുതി ഡിസൈൻ ചെയ്തതും പുറത്തിറക്കുന്നതായിട്ടുള്ള ഒരു വാഹനമാണിത്. ഇതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിന് ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് കളർ തീമിനുള്ള ചേഞ്ചസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ്സ് ആണ് ഈ ഒരു ഡാഷ്ബോർഡിലൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം. വലിയ കാര്യമൊന്നും അല്ലത്, വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും വരുന്നതുമില്ല. പിന്നെ 2 പവറിൻ്റെ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് പവറിൻ്റെ വരുന്നുണ്ട്. റിയർ പോർഷനിൽ നമുക്ക് പവറിൻ്റെ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഹസാർഡിൻ്റെ ഒരു കൺട്രോൾ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. AC-യുടെ കൺട്രോൾസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാനുവലി തന്നെ വേണം നമ്മൾ AC ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ കിട്ടില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനമാണ്. താഴ്ഭാഗത്ത് ഒരു USB ഓക്സ് സ്ലോട്ട് വരുന്നുണ്ട്. 12 വാട്ട്സിന് ഒരു ചാർജിങ് സോക്കറ്റും. പിന്നെ ഈ ഒരു സെൻട്രൽ ടണലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഫോണോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കാനായിട്ട് പറ്റും. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കംഫർട്ടുള്ള സീറ്റാണ്. ഒരുപാട് അങ്ങ് വീതി
വരുന്ന സീറ്റൊന്നുമല്ല, അത്യാവശ്യം ഒതുക്കിയുള്ള സീറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് ഇരിക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു പൊസിഷനിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡ്യുവൽ എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഗ്ലോസി എലമെന്റ് കണ്ട് ഈ ഒരു പോർഷനിൽ സ്റ്റിയറിംഗിലായിട്ട് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. അതായത് ഔട്ട്സൈഡ് ആയിട്ടുള്ള മിറർ നമ്മൾ മാനുവലി തന്നെ വേണം കൺട്രോൾ ചെയ്യാനായിട്ടാണ്. ഇവിടെ ആയിട്ട് ചെറിയൊരു നോബ് അതിന് നൽകിയിട്ടുണ്ട്. അത് വെച്ച് വേണം നമ്മൾ മിറർ കൺട്രോൾ ചെയ്യാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ പറയാനായിട്ടൊന്നുമില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. നമ്മൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ പാഡിലേക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. അത്യാവശ്യം വേണ്ടത് മാത്രം, വേറെ പവറിൻ്റെ കൺട്രോൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബോട്ടിൽ വെക്കാൻ പറ്റും. പിന്നെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കൂടി നമുക്ക് ആ ഒരു ഡോർ പാഡിലായിട്ട് വെക്കാം. അത്രയും മാത്രമേ സ്പേസ് വരുന്നുള്ളൂ. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മോശമല്ലാത്ത സ്പേസ് ഗ്ലോ ബോക്സിന് വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ അവിടെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. വേറെ മിററോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഈ ഒരു മിററും മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. നോബോ കാര്യങ്ങളൊന്നും നൽകിയിട്ടുമില്ല. ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു 3 സിലിണ്ടറാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ വരുന്നത്. 1 ലിറ്റർ ആണ് എഞ്ചിൻ വരുന്നത്. 998 cc ആണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മൈലേജിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ 24 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കമ്പനി ഈ ഒരു വാഹനത്തിന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 20-ന് മുകളിൽ മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഇതിന് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് രീതിക്കനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. BHP-ലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു 66 BHP-യും 89 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. നമ്മൾ എഞ്ചിൻ റൂമിനെ കുറിച്ച് പറയുന്ന സമയത്ത് വേറെ ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും ആ ഒരു എഞ്ചിൻ റൂമിൽ നൽകിയിട്ടില്ല. അതിൻ്റെ ആവശ്യവും വരുന്നില്ല. വലിയ നോയ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു എന്താ പറയുക അകത്തേക്ക് വരികയൊന്നുമില്ല. അത്യാവശ്യം സൈലന്റ് തന്നെയാണ് വാഹനം. ഗിയർ ലിവർ അത്യാവശ്യം ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല. 5 സ്പീഡാണ് വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ പറയുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഒതുങ്ങിയ ഒരു വാഹനമാണ്. വലിയ ഡൗൺ പേയ്മെൻ്റ് ഒന്നും വേണ്ട. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് പോകാം. വലിയ EMI കാര്യങ്ങളൊന്നും വരുത്തില്ല. വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നില്ല. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റായിട്ട് പറയുന്ന ഒരു കാര്യം. ഒരു 4 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഈ ഒരു വാഹനത്തിൽ പോകാനായിട്ട് പറ്റും. 5 പേർക്ക് അങ്ങ് ലോങ് യാത്രയ്ക്കൊന്നും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. 4 പേർക്ക് വളരെ കംഫർട്ട് തന്നെയാണ്. പിന്നെ 5 പേര് ഉണ്ടെന്നുണ്ടെങ്കിലും പോകാം. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും 2 പിള്ളേരും ഒരു അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വയസ്സ് 4 ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പം വേറൊന്നുമില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം പവർ കുറവാണ്. അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു വാഹനം എടുക്കാനായിട്ട്. ഇതെടുത്തതിന് ശേഷം അയ്യോ വലിയ വണ്ടിക്ക് വലിവ് കുറവാണല്ലോ, അതിനെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയരുത്. അത്യാവശ്യം ആവശ്യത്തിന് ഈ ഒരു വണ്ടിക്ക് ആവശ്യമുള്ള പവർ ഫിഗറൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. അത് ആവശ്യത്തിന് മൈലേജും നൽകിയിട്ടുണ്ട്. പിന്നെ താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. ഇൻഡസിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം ഇന്ന് തന്നിട്ടുള്ളത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ടുള്ള ഇൻഡസ് മോട്ടോഴ്സിനെ കൊല്ലത്തുള്ള ഷോറൂമിൽ വിളിക്കാം. കണ്ണൻ എന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേര് വരുന്നത്. കണ്ണൻ ചേട്ടനാണ് നമുക്ക് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാറുള്ളത്. ഈ ഒരു വാഹനവും എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് കണ്ണൻ ചേട്ടനാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൻ ചേട്ടനെ വിളിക്കാം. കാര്യം കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു കസ്റ്റമർ ആരും ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓഫറിൻ്റെ കാര്യം. വേറെ ഏതൊരു ഷോറൂമിൽ തിരക്കിയ സമയത്ത് ഒരുപാട് ഓഫറൊന്നും കൊടുത്തില്ല, ഉള്ള ഓഫറൊക്കെ മറച്ചു വെച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ണൻ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, എവിടെയെങ്കിലും നിങ്ങൾ വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വെച്ചോ. അതിൽ കാര്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ് എടുക്കുക, എവിടെ നിന്നാലും എടുക്കാം. അപ്പം ജസ്റ്റ് ഇവിടെയും കൊണ്ടൊന്ന് ചോദിക്കുക, ഇത് എത്ര ഓഫർ വരുന്നുണ്ട് എന്നൊന്ന് ചോദിക്കുക. അപ്പം എത്രയാണോ ഓഫർ വരുന്നത് ആ ഒരു ഓഫർ ഇവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ പറ്റിക്കത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എത്ര ഓഫർ ഉണ്ടോ അത് അവർ തരും. ₹1 പോലും അവർ മറച്ചു വെക്കാറില്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഷോറൂം. ആ ഒരു എക്സിക്യൂട്ടീവ് നമുക്ക് ആ ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ നമുക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വിളിച്ച് ചോദിക്കാം. ഒരു 10 രൂപ ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ കഴിവതും എടുക്കാനായിട്ട് നോക്കുക എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്, വലിയ പ്രാധാന്യമുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.